നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്യുന്നവരാണ്, ട്രേഡ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഇതിൽ അവർക്ക് വേണ്ടി ഒരു ടിപ്പാണ് പറയുന്നത്. അതായത് ട്രേഡ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ ഗ്രോ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അപ്സ്റ്റോക്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, സെറോദ യൂസ് ചെയ്യുന്നവരുണ്ടാവും, പേടിഎം മണി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അപ്സ്റ്റോക്സ് യൂസ് ചെയ്യുന്ന അതിൽ വന്നൊരു ഒരു നല്ല ഫീച്ചറാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ അപ്സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഷെയറാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ നിഫ്റ്റിയാണ് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റി. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും, ആ ഒരു മാർക്കറ്റ് സമയത്തുള്ള വാർത്തകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും, അതായത് ഇപ്പൊ നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് വരുന്നതാണ് നമ്മുടെ മാർക്കറ്റിന്റെ മെയിൻ ആയിട്ട് ഒരു ബൂമും ഇതൊക്കെ ഉണ്ടാവണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ഒരു വാർത്തകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റ്, അതായത് ഷെയറിന്റെ മാർക്കറ്റ് എങ്ങനെ പോണേന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, അതായത് പിന്നെ അത് നമുക്ക് വീണ്ടും നോക്കിയാൽ അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് വായിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അപ്സ്റ്റോക്സിൽ ഇതൊരു നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്സ്റ്റോക്സിൽ അതിന്റെ സ്ട്രാറ്റജീസ് കാണിച്ചു തരും. ഏത് ഒരു ട്രെൻഡാണ് നിങ്ങൾക്ക് അത് കണ്ടതെന്നും, അതായത്